കരയുന്നത് ബ്രേക്ക് ഡൗൺ ആണോ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കരയാൻ പാടില്ലേ? അല്ല, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ, അത് ശരിക്കും ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ശരിക്കും അതിൽ ഓവർകം ചെയ്തിരുന്നു. ഇമോഷണൽ ബ്രേക്ക് ഡൗണോ? അതായത് ലക്ഷ്മിയുടെ ഈ ഒരു ഇഷ്യൂ വന്നപ്പം, ഈ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞപ്പം യു കനോട്ട് മെന്റലി ബ്രേക്ക് മീ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് പ്രേക്ഷകർ കൺഫെഷൻ റൂമിൽ ഇമോഷണലി ബിഗ് ബോസിന്റെ ബ്രേക്ക് ഡൗൺ അല്ല. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ പറയും? കരയുന്നത് ബ്രേക്ക് ഡൗൺ ആണോ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കരയാൻ പാടില്ലേ? അല്ല, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ അത് മെന്റലി ഒരു അത് അപ്പൊ നമ്മളിപ്പോ ആ സമയത്ത് ഒരു സാധാരണ ഒരാളാണെങ്കിൽ അയാൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി മെന്റലി ഡൗൺ ആയി പോയിട്ട് ചിലപ്പോൾ അയാളുടെ ഗെയിമിനെ എഫക്ട് ചെയ്യും. ഞാനത് എൻ്റെ ഗെയിമിനെ എഫക്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ ലക്ഷ്മി എന്നുള്ള ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടെന്ന് തന്നെ കരുതിയിട്ടില്ല, മൈൻഡ് ചെയ്യാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. ഇത് സ്ട്രോങ് മൈൻഡ്സിന് മാത്രം കളിക്കാൻ പറ്റുള്ളൂ ഈ ഗെയിം. അല്ലെങ്കിൽ പിന്നെ PR വെക്കണം ഒരുപാട് പൈസ കൊടുത്തിട്ട്. ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് PR വെച്ചിട്ടില്ല. അപ്പോൾ സ്ട്രോങ് മൈൻഡ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൺഫെഷൻ റൂമിൽ പോയിട്ടല്ലേ അത് ബിഗ് ബോസിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ബിഗ് ബോസ് എത്രത്തോളം കാണിച്ചെന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിനോട് ഞാൻ കാര്യം പറഞ്ഞു. ബിഗ് ബോസ് ഒരു ഗൈഡൻസ് തരുന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കതൊരു സമാധാനമാവും. ഓക്കെ, എൻ്റെ ഇഷ്യൂ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സംസാരിക്കും എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം ബിഗ് ബോസ് ഇനി ഞാൻ കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ കരച്ചിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് കരഞ്ഞു തീർക്കണം. അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റിന്റെ കരച്ചിലാണ്.